മലപ്പുറം തിരൂരിൽ റോഡിലെ കുഴിയിൽ വീണ് 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പുറമണ്ണൂർ സ്വദേശിയായ ഫൈസൽ ബൾക്കീസ് ദമ്പതികളുടെ മകൾ ഫൈസയാണ് മരിച്ചത്. ഓട്ടോറിക്ഷ കുഴിയിൽ ചാടിയതിനെ തുടർന്ന് കുട്ടി റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. വിവരങ്ങളുമായി ശാന്തകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശാന്തകുമാർ, ഒരു 6 വയസ്സുള്ള കുഞ്ഞാണ് മരിച്ചത്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഇന്നലെ രാത്രിയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത്. അതായത് ഈ റോഡിലെ കുഴികൾ കൂടുതൽ മരണത്തിന് കൂടി കാരണമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഗൂഡ്സ് ഓട്ടോറിക്ഷയാണ്, അതായത് ഈ മരിച്ച കുട്ടിയുടെ പിതാവ് ഫൈസലുമായി ഈ ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴാണ് അതിനിടയിൽ ഈ കുഴിയിൽ വീഴുകയും കുഴിയിൽ വീണപ്പോൾ ഇതിന്റെ വാതിൽ തുറന്ന് ഈ കുട്ടി പുറത്തേക്ക് തെറിച്ചു വീഴുന്ന സാഹചര്യവും ഉണ്ടായത്. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ മരണം സംഭവിക്കുന്നത്. പുറമെ UP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഫൈസ. എന്തായാലും വലിയ ഒരു സങ്കടകരമായ വാർത്ത തന്നെയാണ്. ഒരു കുഴിയിൽ വീണ് ഓട്ടോറിക്ഷ പോകുമ്പോൾ ഓട്ടോറിക്ഷ ഒരു കുഴിയിൽ വീണ് ഒരു കുഞ്ഞിന്റെ മരണം സംഭവിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച കൂടി ഉണ്ടല്ലോ ശാന്തകുമാർ അതിനകത്ത്. കാരണം 6 വയസ്സുള്ള ഒരു കുഞ്ഞ് ഓട്ടോറിക്ഷ പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ നിന്ന് തെറിച്ച് വീണ് മരിക്കുക എന്ന് പറയുമ്പോൾ തിരൂരിൽ ഏത് ഭാഗത്തായാണ് അപകടം ഉണ്ടായത്? വലിയ കുഴികളുള്ള റോഡാണോ ഇത്? മലപ്പുറം തിരൂർ റോഡാണ്. തിരൂരിൽ നിന്നും മലപ്പുറത്തേക്ക് വരുന്ന റോഡാണ്. ഈ റോഡിൽ ഇപ്പോൾ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം കൂടി ആയതിനാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തോതിൽ കുഴിയുണ്ട്.